ഐഡിയസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു ഉണ്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമല്ല, അപ്പോൾ അവർക്ക് എപ്പോഴും സ്നാക്സിൻ്റെ ഒക്കെ ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉപ്പുമാവിനും അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ വെക്കാനൊക്കെ എടുക്കുന്ന നുറുക്ക് ഗോതമ്പില്ല, അതാണ് എടുത്തിട്ടുള്ളത്. പായസമൊക്കെ വെക്കാനൊക്കെ ആയിട്ട് എടുക്കില്ല, അതാണ്. ഇനി ഇത് നല്ലോണം കഴുകി എടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വെള്ളം വാലാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു അരിപ്പയിലേക്കോ അതല്ലെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിലേക്കോ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിലത്തെ ഒരു വെള്ളമൊക്കെ നല്ലോണം ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം വെള്ളമൊക്കെ പോയിട്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോണ്ട് മധുരമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഉരുക്കിയിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം പിന്നെ നമുക്ക് നേരത്തെ കഴുകി വെള്ളം പോകാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കൈയെടുക്കാണ്ട് ഇത് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ പൊരിഞ്ഞ് കിട്ടില്ല, അതേപോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ അത്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും വേണം, പിന്നെ അങ്ങനെ പൊരിഞ്ഞ് വരും. നമ്മൾ അരി വറുക്കുമ്പോൾ അങ്ങനെ പൊരിഞ്ഞ് കിട്ടുക, അതേപോലെ ഇതും പൊരിഞ്ഞ് വരും. ആ ഒരു സമയം വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം തന്നെ ചൂടായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കാണുമ്പോൾ അരിയൊക്കെ വറുത്തെടുത്ത പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതേ പാനിലോട്ട് 1/2 കപ്പോളം നിലക്കടല ചേർത്ത് കൊടുക്കുക. അപ്പോൾ വറുത്ത കടലയാണ്, എന്നാലും ഞാനിതൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏലക്കായുടെ പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവസാനം ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മാത്രം എടുക്കണുള്ളൂ, കാരണം ഇത് വറുത്ത കടലയാണ്. അപ്പോൾ നിങ്ങൾ വറുക്കാത്ത കടലയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലോണം തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം അതേ പാനിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്ന് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തേങ്ങയിലൊരു ഈർപ്പുണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ചൂടായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ചൂടാറിന് ശേഷം വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതേ മിക്സി ജാറിലേക്ക് നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന കടലും ഏലക്കായ ഉണ്ടല്ലോ, അത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് പൗഡർ രൂപത്തിലാക്കി എടുക്കരുത്, ഇതുപോലെ കുറച്ച് തരിതരിയായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കടിക്കാനൊക്കെ കിട്ടും ഈ ഒരു കടല, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചൂടാക്കി വെച്ചിട്ട് നേരത്തെ ഒന്ന് വറുത്തെടുത്തിട്ടില്ല, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ശർക്കരപ്പാനി കുറവാണെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഡ്രൈ ആയി വന്നപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ ശർക്കരപ്പാനി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. നെയ്യ് വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിലൊക്കെ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നുറുക്ക് ഗോതമ്പുണ്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്, അപ്പോൾ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ.
പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.